ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എക്സാം ഡേയ്സ് ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ഡേ ആയിരുന്നു. വെള്ളിയാഴ്ച നമ്മൾ കുറച്ച് നേരം മാത്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് മാത്സ് പഠിക്കാൻ അത്ര സമയമില്ല. അതുകൊണ്ട് നമ്മൾ ആ വെള്ളിയാഴ്ച ദിവസം ആ മാത്സ് കുറച്ച് പഠിച്ചു തീർത്തു. അതിനുശേഷം നമ്മൾ പിറ്റേ ദിവസം പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഷൂട്ടേജ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ക്ലിപ്സ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ കെമിസ്ട്രി പഠിക്കാനായിട്ട് തുടങ്ങി. കെമിസ്ട്രി നമുക്ക് 4 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് റിവിഷൻ ചെയ്യണം, പ്രോബ്ലം ചെയ്യണം, അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് കെമിസ്ട്രിക്കാണ് ഫോക്കസ് കൊടുത്തത്. സെക്കൻഡ് ലാംഗ്വേജിന് അങ്ങനെ അത്ര ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കെമിസ്ട്രി നമ്മൾ ഓരോ പ്രോബ്ലം ആയിട്ടൊക്കെ നോട്ട്ബുക്കിലും അല്ലാണ്ടും ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ളതൊക്കെ പ്രോബ്ലംസ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ഞാൻ ആ പ്രോബ്ലംസൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുതിയാണ് പഠിക്കുന്നത്. എഴുതി പഠിച്ചാൽ പെട്ടെന്ന് തലയിൽ കയറണ പോലെ തോന്നി. നമുക്കറിയാം എല്ലാവർക്കും പഠിക്കുന്ന കഴിവ് വ്യത്യസ്തമാണ്. അപ്പോൾ എനിക്ക് എഴുതി പഠിച്ചാലും വായിച്ച് വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ എഴുതി പഠിക്കുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ബ്രെയിനും എല്ലാം ആക്റ്റീവായിട്ടിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എഴുതിയായിട്ട് പഠിക്കുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ എഴുതി തന്നെ ചെയ്യുള്ളൂ. എന്നാലും കുറേ തിയറിക്ക് വരുമ്പോഴായാലും നമ്മൾ എഴുതി തന്നെയാണ് പഠിക്കാറ്. അങ്ങനെ കുറച്ച് നേരത്തെ ഇടവേളകൾക്ക് ശേഷം നമ്മൾ വിശക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഡാർക്ക് ഫാൻറ്റസി എടുത്ത് തിന്നു. ഇടവേളകൾ ആനന്ദകരമാക്കാൻ നമ്മൾ ഡാർക്ക് ഫാൻറ്റസി അയച്ചു. അങ്ങനെ ഡാർക്ക് ഫാൻറ്റസി അയച്ചിട്ട് നമ്മൾ വീണ്ടും കെമിസ്ട്രി പഠിക്കാനായിട്ട് ഇരുന്നു. കാരണം നമുക്ക് ഒട്ടും ടൈമില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് പഠിച്ച് കഴിയുമ്പോൾ എനർജി അങ്ങോട്ട് ലോസ് ആവുമല്ലോ. അപ്പോൾ എനർജി ലോസ് ആകുമ്പോൾ നമുക്ക് വിശക്കും. അങ്ങനെ വിശന്നുകൊണ്ട് നമ്മൾ ഡാർക്ക് ഫാൻറ്റസിയൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ പുറത്ത് നിന്ന് പോയിട്ടുണ്ടായിരുന്നു, കുറച്ച് ഷോപ്പിംഗ് ചില്ലറ പരിപാടിയൊക്കെ ആയിട്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊരു ലോട്ടി ചോക്കോപ്പോയി മേടിച്ചു. ലോട്ടി ചോക്കോപ്പോയും കഴിച്ചിട്ട് കുറേ നാളായിരുന്നു. അങ്ങനെ ലോട്ടി ചോക്കോപ്പോയൊക്കെ കഴിച്ച് നമ്മൾ മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ട് വീണ്ടും പഠിക്കാനായിട്ടിരുന്നു. അങ്ങനെ ബെഡ് ഭയങ്കര മെസ്സായിട്ടാണ് കിടക്കുന്നത്. എക്സാമുള്ള ദിവസങ്ങൾ പിന്നെ പറയേണ്ട. പല രീതിയിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും എവിടെ ഇരിക്കണമെന്ന് പോലെ തോന്നില്ല. നമ്മൾ പല സ്ഥലത്തൊക്കെ ആയിരുന്നായിരിക്കും പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബെഡൊക്കെ കുറച്ച് മെസ്സായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഹിന്ദിയൊക്കെ പഠിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കെമിസ്ട്രി പഠിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.